മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കണ്ണനാണെങ്കിൽ എല്ലാവർക്കും ഓണക്കോടിയായിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ദുർഗ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു മോനെ. അമ്പലത്തിൽ ചെന്നപ്പോഴേക്കും മോളുടെ ഗൃഹനിലയെല്ലാം ഞാൻ നോക്കിയിരുന്നു. മോൾ നല്ല മോളായിട്ട് തന്നെ വളരും, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണെന്നെല്ലാം പറഞ്ഞെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, മോളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നതെന്ന് പറയുന്നു. പിന്നീട് കണ്ണൻ ദുർഗയ്ക്കാണെങ്കിൽ ഓണക്കോടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദുർഗ പറയുന്നുണ്ട്, മോൻ എന്തിനാണ് മേടിച്ചത്, എനിക്ക് ഒരുപാടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരെണ്ണം അമ്മയ്ക്കില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കൊടുക്കുന്നു. അതേസമയം അങ്ങോട്ട് വരുന്ന കരുണയ്ക്കാണെങ്കിൽ ഓണക്കോടി കൊടുക്കുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൊടുക്കുന്നുണ്ട്. നീയും നിൻ്റെ മുത്തശ്ശിയും നിൻ്റെ അച്ഛനും ചെയ്തു കൂട്ടിയതെല്ലാം ഓർത്തു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ശരീരം ഒന്ന് നന്നാക്കാൻ നോക്കുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ഇവനിപ്പോൾ കാല് പാടില്ലാതിരിക്കുന്നത് നന്നായെന്ന് തന്നെയായിരിക്കും അവൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്ക് കണ്ണേട്ടൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ണിയേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായെന്ന്, എനിക്ക് സമാധാനമായേനെ എന്നെല്ലാം പറയുമ്പോഴേക്കും നിൻ്റെ സ്വഭാവം പോലെ തന്നെ നിൻ്റെ ഭർത്താവിനെ നിനക്ക് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ ആയിപ്പോയതെന്നെല്ലാം ദുർഗ പറയുന്നു. എൻ്റെ അച്ഛൻ തന്നിട്ടുള്ള സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ എനിക്ക് മാത്രം സ്വന്തമായിട്ട് അനുഭവിക്കാതെ എല്ലാവർക്കും കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ ശ്വാസം മുട്ടി മരിക്കാൻ പോയ എന്നെ കൊല്ലാൻ ഒരുങ്ങിയവനാണ് എൻ്റെ അനിയനായ ഉണ്ണി. അതുകൊണ്ട് അവനെ ഇനി അവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെതായ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നോക്കണം, നിന്നെയും അവൻ നോക്കണം. അതുകൊണ്ട് ഇനി അങ്ങനെയാണ് കാര്യങ്ങളുടെ തീരുമാനം എന്നെല്ലാം കണ്ണൻ പറയുന്നു. മോൻ പറഞ്ഞത് ശരിയാണ്, ഇനി അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ നോക്കട്ടെ, എന്നാൽ മാത്രമേ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് കരുണ പോയതിനു ശേഷം ദുർഗ പറയുന്നുണ്ട്, മോൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി നടപ്പാക്കണം. മോൻ മാസം അവന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളങ്ങളെല്ലാം തന്നെ നിർത്തണം, എന്നാൽ മാത്രമേ അവനവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് ദുർഗ. പിന്നീട് കരുണയാണെങ്കിൽ പ്രതാപൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അയാൾ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും ഓണക്കോടിയും എല്ലാം കൊണ്ടുത്തന്നെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ അതെല്ലാം നല്ല കാര്യമല്ലേ എന്ന് പറയുന്നു. അവനാണെങ്കിൽ നിനക്കൊന്നും വാങ്ങിത്തരില്ലല്ലോ കണ്ണൻ, അതെങ്കിലും ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണിയേട്ടന് എനിക്കൊന്നും വാങ്ങി തന്നില്ലെങ്കിലും വേണ്ടില്ല, അയാളുടെ ഔദാര്യങ്ങളൊന്നും തന്നെ എനിക്ക് വേണ്ട എന്നെല്ലാം കരുണ പറയുന്നു. പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ കുത്തുവാക്കുകളും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, മോളെല്ലാം സഹിക്കുക തന്നെ ചെയ്യണം, ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കണം, എന്നാൽ മാത്രമേ മോൾക്ക് അവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഏതായാലും ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടേത് മാത്രമാണെന്നും മോൾ സമാധാനമായിട്ടിരിക്കാനെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ആ ലക്ഷ്മി ഒരു പെൺസർപ്പമാണെങ്കിൽ അവളുടെ കുഞ്ഞാണെങ്കിൽ ഒരു രാജവെമ്പാലയാണെന്നും അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചും കണ്ടുമെല്ലാം ചെയ്യണമെന്നെല്ലാം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നു. പിന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പഞ്ഞിക്കിടുക തന്നെ ചെയ്യുമെന്നെല്ലാം മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് ആ ജാനമ്മയുടെ മക്കളാണെങ്കിൽ ജാനമ്മയുടെ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കാൻ ഒരുങ്ങിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ആ വീട്ടിൽ പോകുമ്പോഴേക്കും ആ കുഞ്ഞിനെ പാലിലാണെങ്കിൽ ഒരു പൊടി കലർത്തി കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പൈസ കിട്ടും, നമുക്ക് നന്നായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും, നമ്മുടെ കടങ്ങളെല്ലാം തന്നെ വീട്ടാൻ പറ്റുമെന്നെല്ലാം പറയുമ്പോഴേക്കും ജാനമ്മ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും മക്കളുടെ നിർബന്ധപ്രകാരം അതിന് സമ്മതിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ജാനമ്മ. പിന്നീട് പ്രതാപനുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഉണ്ണിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, മിക്കവാറും ഇന്ന് രാത്രി തന്നെ ആ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിലുണ്ടാകുമെന്നെല്ലാം പറയുമ്പോഴേക്കും എന്താണ് കാര്യമെന്ന് തിരക്കുന്ന ഉണ്ണിയോടായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കരുണ. ഇത് കേൾക്കുന്ന ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നടപ്പാകുന്ന കാര്യം തന്നെയാണോ, പല പ്രാവശ്യവും പല കാര്യങ്ങളും ചെയ്തിട്ടും നടപ്പായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് പറയുകയാണ്. പിന്നീട് മാർക്കോ അസിദ്ധയായ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ അപായപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ധ്യാനത്തിൽ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, അത് പല പ്രാവശ്യം പലരും ചെയ്തു നോക്കി, പക്ഷേ കുഞ്ഞ് തന്നെ അതെല്ലാം തടഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ദിവ്യശക്തി കൊണ്ട് കുഞ്ഞിനെ കൊല്ലാൻ വന്നവർക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ വന്ന ആ സ്ത്രീയെ കൊണ്ട് ദൗത്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ് ശത്രുക്കൾ എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട മാർക്കോ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കരുണയാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് കണ്ണന് വരുന്നത് നോക്കി തന്നെ കൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് പ്രതാപനും. പിന്നീട് കുഞ്ഞിനെ ആട്ടി ഉറക്കുകയാണ് ലേഖ. അതേസമയം അങ്ങോട്ടേക്ക് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ലേഖയാണെങ്കിൽ വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും ജാനമ്മയാണ് അങ്ങോട്ട് വന്നത്. ജാനമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.